നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഈ മണിപ്പൂരിനെ പറ്റി നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം വലിയ ആശങ്കയും ആധിയുമാണ്. മണിപ്പൂരിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ് അവിടെ എപ്പോഴും ഉയർന്നു വരുന്നത്. അതിനെ ഒരു വർഗീയ കലാപമാക്കാനെല്ലാം ഇവിടെ ഇരുന്ന് മാക്സിമം ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി നിരവധി ആവലാതികളും കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ മണിപ്പൂരിനൊരു ധന സഹായത്തിനായിട്ട് ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനു വേണ്ടി അനുകൂലമായി വോട്ട് ചെയ്യാൻ BJP എംപിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെതിരായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള എംപിമാർ ചെയ്തത്, മണിപ്പൂരിനെതിരായിട്ട്. അപ്പൊ ഇവിടെ കിടന്ന് കാണിക്കുന്ന എന്ത് പൊറാട്ട് നാടകമാണ് ഇവർ കാണിക്കുന്നത്? BJPക്കെതിരെ പറയുക, അത് മാത്രമേ ഉള്ളൂ. അവിടെ BJP മണിപ്പൂരിനെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നാൽ നമ്മൾ മണിപ്പൂരിനെതിരെ. BJP കർഷകരെ അനുകൂലിക്കുവോ, എങ്കിൽ നമ്മൾ കർഷകർക്കെതിരാവും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. രാജ്യത്തിന് വേണ്ടിയോ ജനങ്ങൾക്ക് വേണ്ടിയോ നല്ലത് വരണമെന്ന് കരുതി ഇവരാരും ഒന്നും ചെയ്യില്ല. മാത്രമല്ല, ട്രംപ് ഇത്രയും കാലം ഇവരുടെ വലിയ ശത്രുവായിരുന്നു. അതെ, മൈ ഫ്രണ്ട് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നരേന്ദ്രമോദി ട്രോളാൻ തുടങ്ങി. ഇപ്പോ ഇതേ നരേന്ദ്രമോദി രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് പോലെ മോദി കേൾക്കൂന്ന് പറഞ്ഞു. ഇപ്പം ഈ പറയുന്ന പോലെ മോദി ഒന്ന് വിരട്ടി പോയി പണി നോക്കാൻ പറഞ്ഞു. ആര്? മോദിയും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റും. അത് ഇവർ ഞെട്ടിപ്പോയി. അപ്പം ട്രംപായി ഇവരുടെ വലിയ ആള്. ഇപ്പൊ ട്രംപിനെ ഫോട്ടോ ഒക്കെ വെച്ച് പൂജിക്കുന്ന പരിപാടിയാണ് ഇവിടെയുള്ള സുഡാപ്പികൾക്കും കമ്മികൾക്കും ഒക്കെ ഉള്ളത്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പം ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചൈന ഇവർ തള്ളിപ്പറയുന്നുള്ളതാ. ചൈന ബൂർഷ്വാ രാജ്യമാണ് എന്ന് അധികം വൈകാതെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പറയാൻ സാധ്യതയുണ്ട്. ആ രീതിയിലേക്കാണ് കാര്യം പോകുന്നത്. ഇവിടെ 24 മണിക്കൂറും ഈ പറയുന്ന മണിപ്പൂരിനെ പറ്റി സങ്കടപ്പെട്ടവർ, മണിപ്പൂരിൽ 2 ഗോത്ര, മെയ്തേ എന്ന് പറയുന്ന ഗോത്ര വിഭാഗവും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു ഗോത്ര വിഭാഗവും കുക്കി വിഭാഗങ്ങൾ. ഈ കുക്കി വിഭാഗവും മെയ്തേ എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ആജീവനാന്ത കുട്ടിപ്പകയുടെ കഥയാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം മുതൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പ്രത്യേക നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അഫ്സ എന്ന് പറയുന്ന നിയമം അവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മണിപ്പൂരിൽ പ്രത്യേക പട്ടാള നിയമം മണിപ്പൂരിൽ പാസ്സാക്കി. UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് മണിപ്പൂരിൽ പ്രത്യേക പട്ടാള നിയമം പാസ്സാക്കുന്നത്. എന്തുകൊണ്ടാ? BJP അധികാരത്തിൽ കയറിയതിനു ശേഷം വന്ന കലാപമാണോ അവിടെ ഉള്ളത്? അന്നും കലാപം നടന്നു. അന്നും ഈ പറയുന്ന ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. അന്നും മനുഷ്യന്മാർ ആക്രമിക്കപ്പെട്ടു. അന്നും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഗോത്രത്തിലെ പല ആളുകളും ആക്രമിക്കപ്പെട്ടു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? അവിടെയുള്ള ആ വിഭാഗങ്ങൾ പരസ്പരം വലിയ ശത്രുക്കളാണ് കാലങ്ങളായിട്ട്. ഒന്ന് മലയുടെ മുകളിൽ താമസിക്കുന്ന ആളുകളും ഒന്ന് മലയുടെ അടിവാരത്ത് താമസിക്കുന്ന ആളുകളും. ഒരു വിഭാഗം കുടിയേറ്റക്കാരാണ് എന്ന് പറയുന്നു, ഒരു വിഭാഗം അവിടെയുള്ള പ്രാദേശിക ആളുകളാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവന്ത് ചെയ്തത്, ഈ പറയുന്ന പ്രത്യേക പട്ടാള നിയമം വരികയും അതിനെതിരായിക്കൊണ്ട് ഇറോം ശർമിള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ആജീവനാന്ത നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചതും അവസാനം ശർമിളയ്ക്ക് മനസ്സിലായി ഒന്നും ആകാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ കിടന്ന് വടിയാവത്തേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ അവര് അത് നിർത്തി അവരുടെ ഭർത്താവിനൊപ്പം എന്ത് ചെയ്തു, ബാംഗ്ലൂരുവിലേക്ക് താമസം മാറി. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് അവിടെയുള്ള കുടിപ്പക മാറില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പണ്ട് മഹാത്മാഗാന്ധി നിരാഹാര സമരം ചെയ്തതുപോലെ ഒന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പൊ എന്തിനാണ് അന്നും ഈ കലാപം ഉണ്ടായത്? അവിടെ പ്രത്യേക പട്ടാള നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഇത് വേറൊന്നുമല്ല, ഇവിടെ BJP ഭരിക്കുന്നു, അപ്പോഴും കലാപം ഉണ്ടാകുന്നു, നേരെ BJP തലയിലെടുത്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോ ഇപ്പോഴെന്താ ഈ പറയുന്ന മണിപ്പൂരിൽ കലാപം നടക്കാത്ത? ഇപ്പം അവിടെ രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾക്കും കലാപം നടത്തണ്ട, ഒരാൾക്കും ഒന്നും ചെയ്യണ്ട. കാരണം കേന്ദ്രം കൃത്യമായി പട്ടാളത്തെ ഇറക്കി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരുത്തം കളിച്ച ആ കളി പഠിപ്പിക്കുന്നു തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഡീസൻ്റായി. ഈ ഒരു സമയത്താണ് ഈ പറയുന്ന ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാക്കി, ജമ്മു കാശ്മീരിനെ കൃത്യമായി ഇന്ത്യയോട് ചേർത്ത് അവിടത്തെ ഈ പറയുന്ന പോലത്തെ ആഭ്യന്തരം, അതായത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്ത, ക്രമസമാധാനം നിലക്കി നിർത്തിയ ഒരു കേന്ദ്ര സർക്കാരിന് മണിപ്പൂർ ക്ലിയർ ആക്കാത്ത സമയമൊന്നും വേണ്ട. അവിടെ കൃത്യമായ പ്ലാനിങ് കൊണ്ടുവന്നു. അവിടെ ഒരു ലഫ്റ്റനന്റ് ഗവർണറെ വെച്ചു. ആ ലഫ്റ്റനന്റ് ഗവർണർ ചില്ലറക്കാരനായിരുന്നില്ല. കൃത്യമായി RSS അതുപോലെ തന്നെ BJP തീരുമാനിച്ചുറപ്പിച്ച് വെച്ച ലഫ്റ്റനന്റ് ഗവർണറാണ് അദ്ദേഹം. ഒരു വിട്ടുവെച്ചും തയ്യാറാവില്ല. നിയമം തെറ്റിക്കുന്നവൻ ആരാണോ അവന് കർശനമായ പണിഷ്മെന്റ് കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു. ആർക്കും കാലം പിടിക്കേണ്ട കാര്യമില്ല, ഒരാളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ മണിപ്പൂരിന് സഹായം നൽകാൻ തീരുമാനിച്ചു. അവിടെ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അവിടെ ടൂറിസം വികസിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓരോ വിഭാഗങ്ങൾക്കും അവരവരുടെ ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് കൂടുതൽ ബിസിനസ്സുകളും കൂടുതൽ ഈ വ്യാപാര വ്യവസായങ്ങളും
കുടിൽ വ്യവസായങ്ങളും ഒക്കെ തുടങ്ങാനുള്ള പദ്ധതികൾ എടുത്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിപ്പൂരിന് ഒരു പ്രത്യേക പാക്കേജ് വേണം എന്ന് കേന്ദ്രം തീരുമാനിച്ചു. ആ പ്രത്യേക ധനസഹായ പാക്കേജ് കഴിഞ്ഞ ദിവസമാണ് ഇവിടെ അവതരിപ്പിച്ചത്, ലോക്സഭയിൽ അവതരിപ്പിച്ചത്. മണിപ്പൂരിന് വേണ്ടി ദിവസവും കൂടെ 24 മണിക്കൂർ മണിപ്പൂരെ അയ്യോ ഓർക്കുന്നുണ്ടോ മണിപ്പൂര് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിലെ 19 എംപിമാരും ആർക്ക് എതിരായി വോട്ട് ചെയ്തു? മണിപ്പൂരിലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കൊടുക്കുന്ന ധനബില്ലിനെതിരെ വോട്ട് ചെയ്തു. പ്രത്യേക പാക്കേജ്, അതായത് അതിനെ പറയുന്നത് പ്രത്യേക ബഡ്ജറ്റ് എന്നാണ്, പ്രത്യേക ധനസഹായ ബഡ്ജറ്റ്. ആ ധനസഹായ ബഡ്ജറ്റിനെതിരെ എന്ത് ചെയ്തു? ഇവിടെ വോട്ട് ചെയ്തു. ഇവിടെ പോയി ഇവിടുത്തെ സഭ, ഇവിടുത്തെ കത്തോലിക്ക സഭയും അതിലെ കുറെ ആളുകൾ ഉണ്ടല്ലോ. ഇന്നലെ തൃശ്ശൂരിലെ ഓർത്തഡോക്സ് സഭയിലെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ച ഒരു നടനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർത്തഡോക്സ് സഭ കുറെ കാലമായിട്ട് CPM വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന പോലെ കുഴലൂത്ത് നടക്കുന്ന സഭയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞു, ഒരാളെ തൃശ്ശൂരിൽ നിന്ന് ഒരാളെ കാണാനില്ല എന്ന് കേൾക്കുന്നു എന്ന്. അതായത് ഇപ്പൊ തൃശ്ശൂരുകാർ വോട്ട് കൊടുത്തു, നടനെ ആയിക്കോട്ടെ, അദ്ദേഹം നടൻ തന്നെയായിരുന്നു, ഇപ്പൊ MP ആയി, അദ്ദേഹം ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ്. അത് ഇവരെല്ലാം മറന്നു പോകുന്നു. എന്നും ഇവിടെ ഈ മണ്ഡലത്തിൽ വന്നിരിക്കേണ്ട ആളാണോ ഒരു കേന്ദ്രമന്ത്രി? തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹം എവിടെയായിരുന്നു കൂടെ പറഞ്ഞു കൊടുക്കുക. അല്ല, ആ കേന്ദ്രമന്ത്രിക്ക് ഒരുപാട് ചുമതലകളുണ്ട്. ശിവൻകുട്ടി ഈ പറയുന്ന നിയമവും ഈ പറയുന്ന കേരളവും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കേരളത്തിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഉത്തർപ്രദേശും ജനസംഖ്യയിൽ ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങൾ ബാക്കിയുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കേരളം ഒരു രാജ്യമാണല്ലോ, ഇന്ത്യയിലുള്ളതല്ല. കേരള രാജ്യം പ്രത്യേക രാജ്യമാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ശിവൻകുട്ടി എത്ര ദിവസം നേമത്ത് പോകുന്നുണ്ട്? ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞ് കേരളം മൊത്തം ചുറ്റി നടക്കുകയാണ്. ആ ശിവൻകുട്ടിയാണ് പറയുന്നത് കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുള്ള ഒരു മനുഷ്യന് കേന്ദ്ര മന്ത്രിസഭയും പ്രധാനമന്ത്രിയും നൽകുന്ന ചുമതലകളുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി പോവേണ്ടതുണ്ട്. അതും എവിടെയാ ചുമതല കൊടുത്തത്? ചുമതല കൊടുത്തത് ഈ പറയുന്ന മണിപ്പൂരിലാ. അല്ല, ഈ പറയുന്ന ബഹുമാനപ്പെട്ട സഭയുടെ പിതാക്കന്മാരോടാണ് ചോദ്യം. അല്ല പിതാവേ, ഈ പിതാക്കന്മാരല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് മണിപ്പൂരിൽ എന്തൊക്കെയോ സംഭവിച്ചു. ആ മണിപ്പൂരിനെ ഇപ്പൊ ശാന്തമാക്കി ആ മണിപ്പൂരിലെ ജനങ്ങൾക്ക് സഹായങ്ങൾ കൊടുക്കാൻ വേണ്ട ബില്ലിന് നിങ്ങൾ ഈ പറയുന്ന CPM കേരളത്തിലെ 19 എംപിമാരും തിരിച്ചു കുത്തിന്നേ. എന്താ ചോദ്യം ചെയ്യാത്തേ? ധനസഹായം ചെയ്ത് മണിപ്പൂരിനെ സെറ്റിൽ ചെയ്യണ്ട എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. കലാപം നിലനിൽക്കണം, കത്തി പടരണം, എന്നാലേ അതിൽ നിന്ന് ഇവർക്ക് കുറച്ച് തീനാളം എടുത്ത് BJPയെ കത്തിച്ചു കളയണം എന്നുള്ള ആഗ്രഹം നിറവേറ്റണം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എന്താണ് കാശ്മീരിൽ ഇവർ തുടങ്ങിയത്. കാരണം കാശ്മീരിൽ ഇവർ ആഗ്രഹം എന്തായിരുന്നു? അതിങ്ങനെ പുകയണം, അവിടുത്തെ വിദ്യാർത്ഥികൾ തീവ്രവാദികളാവണം. അവിടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ പണ്ട് അവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾ നമ്മുടെ നേരെ കല്ലെറിയും, പട്ടാളത്തിന് നേരെ കല്ലെറിയും. അവിടുത്തെ കുട്ടികളെ ചെറുപ്പം മുതലേ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ അച്ഛനമ്മമാർക്ക് പൈസ കൊടുത്ത് അവരെ തീവ്രവാദത്തിലേക്കും അവരുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടും അവരുടെ ദൂതന്മാരുമായിട്ട് കൊണ്ടുപോയി. ഇന്ന് അവിടെ വിദ്യാലയങ്ങളാണ്, ഇന്ന് അവിടെ ആശുപത്രികളാണ്, ഇന്ന് അവിടെ യൂസഫ് അലി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്ഥലങ്ങൾ വാങ്ങാം, നമുക്ക് സ്ഥലം വാങ്ങാം. അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. വിദ്യാർത്ഥികളുടെ എല്ലാവരും, അതായത് ഇവരെ കൊണ്ടുപോകുന്ന എല്ലാ ആളുകളെയും വെടിവെച്ചു കൊന്നു കളഞ്ഞു. അവിടെ ഒരു തരത്തിലുമുള്ള ഇളവും കൊടുത്തില്ല. ഇവരെ കൊണ്ടുപോകുന്നത് ആരാണെന്ന് നോക്കി ആ ഏജന്റുമാരെ എല്ലാം തീർത്തു കഴിഞ്ഞു സൈന്യം. അതോടുകൂടി ഈ പറയുന്ന പുതിയ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോയി തുടങ്ങി. അവരെ നമ്മുടെ ഭാരതത്തിന് നിയമം പഠിപ്പിച്ചു തുടങ്ങി. ഭാരതമാണ്, ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചു. അവർക്ക് ബോധമുണ്ടാക്കി തുടങ്ങി. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇത് ഇവർക്ക് ഇഷ്ടമല്ല. ഇന്ത്യയുടെ ഭാഗമായ ഒരു ജനതയെ ഇത്രയും കാലം അവർക്ക് ജീവിതം എന്ത് എന്ന് അറിയാത്ത രീതിയിൽ അവരെ യഥാർത്ഥത്തിൽ ടോർച്ചർ ചെയ്യുമല്ലായിരുന്നു. മാത്രമല്ല കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ ഓർമ്മിപ്പിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നാട്ടി ഓടിച്ച് കൊല്ലാക്കൊല ചെയ്ത് അവിടെ നിന്ന് ജീവിതവും ജീവനും വിട്ട് ഓടേണ്ടി വന്ന പണ്ഡിറ്റുകളുടെ കഥ പറയുന്നുണ്ട്. കാശ്മീർ ഫയൽസ് എന്നാണ് ആ സിനിമയുടെ പേര്. എത്ര ആളുകൾ കണ്ടു? കേരളത്തിൽ ഇത് പ്രദർശിപ്പിച്ചോ? കേരള സ്റ്റോറി ഫേക്ക് ആണെന്ന് ഇവർ പറയുന്നു. കാശ്മീർ ഫയൽസ് ഫേക്ക് ആയിരുന്നോ? അല്ലല്ലോ. പണ്ഡിറ്റുകളെ കുറിച്ച് ഇവരെന്താ ഒരു അക്ഷരം ഉണ്ടാത്തത്? ഇവർ ഇങ്ങനെയാണല്ലോ ഈ കാര്യങ്ങൾ പലതും പറയാറുള്ളത്. പണ്ഡിറ്റുകളെ കുറിച്ച് ഒരു മിണ്ടില്ല. ഹിന്ദു അല്ലേ, അതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല. അതാണ് വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന 376 അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷമാണ് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളി തുറന്ന് പ്രവർത്തിച്ചത്. എവിടെ? ജമ്മു കാശ്മീരിൽ. ആലോചിക്കണം. ഒരക്ഷരം മിണ്ടില്ല ഇവിടുത്തെ ആര്, ഇടതും വലതും മിണ്ടില്ല. ഇനി നമുക്കത് വിടാം. അതായത് ഈ മണിപ്പൂരിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ മെയ്ത വിഭാഗത്തിനും കുക്കി വിഭാഗത്തിനും അവിടുത്തെ ക്രിസ്ത്യൻ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ചു, അവിടെ ഏതൊക്കെ വിഭാഗത്തിന് എന്തൊക്കെ കാരണങ്ങൾ വേണം, അവിടെ സർക്കാർ മേഖലയിൽ എന്തൊക്കെ പ്രാതിനിധ്യം വേണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ വഹിക്കാനാണ് ആര് പോയത്? അതിന് ചുക്കാൻ പിടിക്കാനാണ് ആര് പോയത്? സുരേഷ് ഗോപി പോയത്.
നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന മണിപ്പൂരിൽ എന്തൊക്കെയോ നടക്കുന്നു എന്ന് പറഞ്ഞ് സഭയടക്കം അവിടെ സമരം ചെയ്തല്ലോ. ഈ സഭയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെ പോയിട്ട് ഈ സുരേഷ് ഗോപി അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? ഈ പാവപ്പെട്ട ആളുകളുടെ ഒപ്പം ചേർന്ന് അവരുടെ പദ്ധതികൾ വിലയിരുത്തി, അവരുടെ പരാതികൾ കേട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് തൃശ്ശൂരെ MP ഒരു വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. ഈ പറയുന്ന ആളുകൾക്ക് എന്താണ് ഈ പറയുന്ന മണിപ്പൂരിലെ ജനങ്ങളോടുള്ളത് കപട സ്നേഹമാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇന്നലെ 19 MP ഈ പറയുന്ന മണിപ്പൂരിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ബില്ലിനെതിരെയാണ് വോട്ട് ചെയ്തത്. എവിടെയായിരുന്നു നിങ്ങളുടെ സ്നേഹം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സുരേഷ് ഗോപി മണിപ്പൂരിൽ പോയി ഇത്രയധികം ആളുകളെ കണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ട് അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് കൃത്യമായി കാര്യം പറഞ്ഞപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചാനൽ അത് ചർച്ചയാക്കിയോ? ആക്കില്ലല്ലോ. ആക്കില്ല. അവർക്കത് വേണ്ട. എന്നിട്ട് ഇതും പറഞ്ഞ് സുരേഷ് ഗോപി പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ കുറെ സുഡാപ്പികൾ വന്നിട്ട് സുരേഷ് ഗോപിയെ, ചെമ്പ് ഗോപിയെ, താനിവിടെ ഉണ്ടോ, കള്ള വോട്ട് ചെയ്ത് ജയിച്ചവനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഉളുപ്പുണ്ടോ മാർക്ക്? ഉളുപ്പുണ്ടോ? കാരണം തൃശ്ശൂരിൽ കള്ള വോട്ട് ചെയ്തിട്ടാണോ സുരേഷ് ഗോപി ചെയ്തത്? 75,000 കള്ള വോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തോ? പാർത്ഥൻ ചോദിച്ചു ഏതെങ്കിലും ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തോ? ദയവ് ചെയ്ത് ഇവിടുത്തെ ചാനലുകളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകരുത്. കാരണം ഇവര് ക്യാമറയും കൊണ്ട് പോയിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു വക്കും മൂലയും ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് എതിരെയുള്ള പ്രചരണത്തിന് അവർ കാരണമാക്കും. അതുകൊണ്ട് വേണ്ട, അവിടെ സമാധാനം പുലരട്ടെ. തീർച്ചയായിട്ടും അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഇത്തരത്തിലുള്ള ആളുകൾ അവഹേളിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇവർ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഈ UDF അതുപോലെ തന്നെ CPM-ന്റെ MP ചെയ്തിട്ടും ചോദ്യം ചെയ്യാത്ത സഭയ്ക്ക് പ്രത്യേക കാര്യത്തിൽ മാത്രമാണ് സുരേഷ് ഗോപിയെ എതിർക്കാനുള്ള കാര്യമുള്ളത്. സുരേഷ് ഗോപിയുടേതായ പണിയുണ്ട്. ഇവിടെ കേരളത്തിലെ BJP-ക്കാർ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ കൃത്യമായി ഇടപെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനും അവരെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും കന്യാസ്ത്രീകൾക്കോ വൈദികന്മാർക്കോ അടി കിട്ടുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് അടി കിട്ടുന്നതൊക്കെ എവിടെന്നാ? ഒന്നുകിൽ ആദിവാസി കോളനിക്കകത്തുനിന്ന്, അല്ലെങ്കിൽ നട്ടപ്പാതിരക്ക് ഏതെങ്കിലും ഹിന്ദുവിന്റെ വീട്ടിനകത്ത്. രാത്രി എന്തിനാണ് ഇവർ ഹിന്ദുവിനെ പ്രബോധിക്കാൻ വേണ്ടി പോകുന്നത്? ഇവർ കുറെ സാധനം എടുത്ത് ഒരു പേപ്പർ എടുത്ത് സുവിശേഷം എന്ന് പറഞ്ഞ് ഇറങ്ങും. എവിടത്തേക്ക്? ഹിന്ദു വീടുകളിലേക്ക്. എന്നിട്ട് ഹിന്ദുവിനെ മാത്രമേ ഇവർക്ക് പ്രബോധിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഇവർ മറ്റു മതവിഭാഗങ്ങളിൽ ഒന്നും പ്രബോധിപ്പിക്കാൻ പോയില്ല. കാരണം പ്രബോധിപ്പിക്കാൻ പോയാൽ മുട്ടിന്റെ കാലുണ്ടാവില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ ഹിന്ദു വിഭാഗത്തിൽ പോയിട്ട് ഭയങ്കര പ്രബോധനമാണ്. ആ പ്രബോധനം കണ്ട് മടുത്തിട്ട് തന്നെയാണ് ഹിന്ദു പ്രതികരിച്ചു തുടങ്ങിയത്. ഈ പറയുന്ന ക്രിസ്ത്യൻ വീടുകളിലെല്ലാം നമ്മൾ പോയിട്ട് നമ്മൾ ഭഗവാൻ ശിവന്റെയും പിന്നെ ഗണപതിയുടെയും കാര്യമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അത്ഭുതം സംഭവിക്കും, നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മളൊന്ന് പോട്ടെ, നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ അടുത്ത് പോയിട്ട് അവരുടെ ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ പിന്നീട് ഉണ്ടാവാൻ പോകുന്നത്? ആലോചിച്ചാൽ മാത്രം. മതം മാറി കല്യാണം കഴിച്ചാൽ പോലും വെട്ടിക്കൊല്ലുന്ന ഒരു നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം വേറെ രീതിയിലാണ് ചർച്ച പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുക. അപ്പൊ ഒരാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛന്മാരെല്ലാം തൽക്കാലം സമാശ്വസിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കണമെങ്കിൽ അവർ മതം മാറണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല.